മഴക്കാലം വന്നു മക്കളെ. കുട ചൂടി ഒരു യാത്ര പോയിട്ടോ. മഴയാണേ. ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരികയാണ് കേട്ടോ. പോയിട്ട് വരുന്ന വഴിയാണേ. നമ്മുടെ പള്ളിയിൽ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ മോളുടെ കല്യാണം, അതിന് പോയതാണ്. പോയിട്ട് വരുവാണ്. മഴക്കാലമായി. ഇനിയിപ്പോൾ എന്നെ മഴയാണ് കേട്ടോ. ഇത്രയും കാലം വെയിലായിരുന്നു, ചൂടായിരുന്നു. ഇനിയും മഴയോ മഴ. എന്തൊരു മഴ എന്ന് പറയും. നല്ല മഴയാ സുഖം. ചൂടില്ലല്ലോ, ചൂടുമില്ല, ക്ഷീണമില്ല. മഴയാണ് നല്ലത്. കല്യാണം അടിപൊളിയായിരുന്നു കേട്ടോ. പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി പാരിഷ് ഹാളിലേക്ക് പോവുകയാണ്. പാരിഷ് ഹാളിലാണ് സദ്യ നടക്കുന്നത്. എല്ലാവരും അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ലൈനായിട്ട് പാരിഷ് ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഇനി വധൂവരന്മാർ ഫോട്ടോ എടുക്കലായി, വീഡിയോ പിടിക്കലായി, അങ്ങനെ അവരുടെ ചടങ്ങുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി പതുക്കെ പാരിഷ് ഹാളിലേക്ക് പോയി. പള്ളിയുടെ തൊട്ട് താഴെയാണ് പാരിഷ് ഹാളുള്ളത്. അങ്ങേക്ക് പോവുകയാണേ. ഇതാണ് പാരിഷ് ഹാൾ കേട്ടോ. നല്ല പുതിയൊരു കെട്ടിടമാണ് കേട്ടോ. 2-3 വർഷമായുള്ളൂ ഈ പാരിഷ് ഹാൾ പണിതിട്ട്. വളരെ നല്ല ഇടയുണ്ട്, നല്ലൊരു കെട്ടിടമാണ്. നേരത്തെയൊക്കെ സ്കൂളിലായിരുന്നു പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഒരച്ഛൻ വന്നപ്പോഴാണ് ഈ പാരിഷ് ഹാൾ പണിത്. അങ്ങനെ നല്ലൊരു കെട്ടിടമായിട്ട് പണിതിട്ടുണ്ട്. മുറ്റമൊക്കെ ഉണ്ട്, വണ്ടിയൊക്കെ ഇടാനൊക്കെ ഇടയുണ്ട്. വളരെ സൗകര്യപ്രദമായ, വളരെ ആൾക്കാർക്ക് കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പിന്നെ സ്റ്റേജും എല്ലാം ഉണ്ട്. അങ്ങനെ വളരെ മനോഹരമായൊരു പാരിഷ് ഹാളാണ് ഞങ്ങളുടേത് കേട്ടോ. അപ്പോൾ ഈ കല്യാണത്തിന് ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് പാരിഷ് ഹാളിൻ്റെ പുറത്തേക്കും കൂടി ഷീറ്റിട്ട് ഇത് പിടിച്ചിട്ടുണ്ട്. കലവറയൊക്കെ പാരിഷ് ഹാളിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ വലിയൊരു പാരിഷ് ഹാളാണ് ഞങ്ങളുടേത്. ഇത് പാരിഷ് ഹാളിൻ്റെ പുറത്ത് പന്തലൊക്കെ ഇട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പലതരം വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. ബീറ്റ്റൂട്ട് ജ്യൂസുണ്ട്, ക്യാരറ്റ് ജ്യൂസ്, നാരങ്ങ ജ്യൂസ്, അങ്ങനെ പലതരം ജ്യൂസുണ്ട്. ജ്യൂസ് അങ്ങനെ അടിച്ചു കൊടുക്കുകയാണെന്ന് തോന്നുന്നു അപ്പം തന്നെ കേട്ടോ. പുതിയ രീതിയിലുള്ള ഓരോ മിക്സിയൊക്കെയാണെന്ന് തോന്നുന്നു. എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉള്ളതല്ലേ, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓരോ മിക്സിയൊക്കെ ഇരിക്കുന്നുണ്ട്. എങ്ങനത്തെയാണ് ഇതൊന്നും നമ്മളൊന്നും കണ്ടിട്ട് പോലുമില്ല കേട്ടോ. ഞങ്ങൾ നാരങ്ങ വെള്ളം വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. വെള്ളം കുടിക്കുന്നിടത്ത് നല്ല തിരക്കായിരുന്നു. നല്ല മധുരമുള്ള നല്ല നാരങ്ങ വെള്ളമായിരുന്നു. എല്ലാ വെള്ളവും നല്ല രുചിയും സ്വാദും ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ധാരാളം നല്ല തിരക്കായിരുന്നു. ആദ്യമായിട്ട് കല്യാണത്തിന് ചെന്നിട്ട് വെള്ളം കുടിച്ചു. വെള്ളം കിട്ടുന്നതിനെ കളയുന്നത് വിചാരിച്ച് വെള്ളം കുടിച്ചു. നല്ല വെള്ളമാണല്ലോ, ചുമ്മാ വെള്ളമൊന്നും അല്ലല്ലോ, ജ്യൂസല്ലേ. അതുകൊണ്ട് വെള്ളം കുടിച്ച് പിന്നെ പരിചയക്കാരെയും കൂട്ടുകാരെയും ഒക്കെ കണ്ട് മിണ്ടാനും പറയാനും ഒക്കെയുള്ള നല്ലൊരു അവസരം കൂടിയാണല്ലോ കല്യാണങ്ങളൊക്കെ. അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാവരും പരിചയപ്പെടുന്നതും കാണുന്നതും. ബന്ധുക്കളെയും മിത്രങ്ങളെയും സ്വന്തക്കാരെയൊക്കെ കാണുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ഈ ചടങ്ങുകളൊക്കെ കാണുമ്പോൾ ആണല്ലോ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കാണുന്നില്ലല്ലേ. അങ്ങനെ പാരിഷ് ഹാളിൻ്റെ പുറത്ത് പാരിഷ് ഹാൾ തുറക്കുന്നതും കാത്ത് നോക്കി ഇരിപ്പാണ് കേട്ടോ. തുറന്നിട്ടില്ല. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ പാരിഷ് ഹാൾ തുറന്നു. എല്ലാവരും അകത്തേക്ക് പ്രവേശിച്ചു. അകത്താണ് അലങ്കാരങ്ങൾ. മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ടേബിളിൽ ഭക്ഷണ സാധനങ്ങളെല്ലാം അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോ കസേര പിടിച്ചു ഓരോ ടേബിളിൻ്റെ മുന്നിൽ ഇരിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരു കസേരയിൽ ഇരിക്കാനുള്ള ഇട കിട്ടി, ടേബിൾ കിട്ടി. ഞങ്ങൾ ഇരുന്നു. ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്, അതൊന്നും എടുത്ത് നോക്കിയിട്ടില്ല. അപ്പോഴേക്കും വധൂവരന്മാർ സ്റ്റേജിലെത്തി, ഹാളിലെത്തി. അവരെ സ്റ്റേജിലേക്ക് ആനയിച്ചു കൊണ്ട് പോവുകയാണ് കേട്ടോ. കുട പോലെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. 4 പേരിങ്ങനെ പിടിച്ച് വളരെ വിധാനിച്ച് എന്തൊരു ഭംഗിയോടെയാണ് വധൂവരന്മാരെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത് കണ്ടോ. വളരെ ഭംഗിയോടെ വളരെ ആഡംബരത്തോടെയാണ് ഈ വധൂവരന്മാരെ സ്റ്റേജിലേക്ക് ആനയിക്കുന്നത്. പൂത്തിരികളൊക്കെ കത്തിച്ച് എന്തൊരു ഭയങ്കരമായ നല്ല മനോഹരമായ അലങ്കാരങ്ങളോട് കൂടി മണ്ഡപമൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. എത്രയൊരു മനോഹരമായ അലങ്കാരമാണെന്ന്. വളരെ പൈസ ചെലവിട്ട് വളരെ ഭംഗിയോടെ വളരെ ആഡംബരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന സ്റ്റേജാണ് കേട്ടോ. സ്റ്റേജിലേക്ക് വധൂവരന്മാരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇനി ആ പൂത്തിരികളൊക്കെ കത്തിച്ച് അവരെ വരവേൽക്കുകയാണ് സ്റ്റേജിലേക്ക്. അങ്ങനെ സ്റ്റേജിലേക്ക് വധൂവരന്മാരെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു. വളരെ ആൾക്കാരുള്ളത് കൊണ്ട് കയറിയവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞ് വേണം പുറത്ത് നിൽക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട്. അങ്ങനെ എല്ലാവരും വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റേജിലേക്ക് വധൂവരന്മാരെ ആനയിച്ചു. അവിടെ എല്ലാവരും കേക്ക് മുറിക്കുന്നു, മധുരം വെക്കുന്നു,
അതുപോലെ ബന്ധുമിത്രാദികൾ എല്ലാവരും പേരൻസ് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്ന അങ്ങനെയുള്ള തിരക്കിലാണ്. അങ്ങനെ കേറ്ററിംഗുകാരുടെ ഭക്ഷണമാണ്, എല്ലാം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു. ഇപ്പോൾ എല്ലാം കേറ്ററിംഗുകാർക്ക് കൊടുക്കുകയാണല്ലോ, നമ്മളൊന്നും അറിയണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ കല്യാണം വെക്കുന്നതിന് ഒരാഴ്ച മുമ്പോട്ട് വീട്ടിൽ പണികൾ തുടങ്ങും, പന്തലിടണം, ഭക്ഷണം ഉണ്ടാക്കി വെക്കണം, അങ്ങനെ പല പണികളാണ്. അയൽവക്കക്കാരെല്ലാം കൂടെ കൂടി ഒരാഴ്ച പണിയാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, പൈസ ഉണ്ടെങ്കിൽ കേറ്ററിംഗുകാരെ കൊടുത്തിച്ചാൽ മതി, അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തോളും കേട്ടോ. അപ്പോൾ അവിടെ ഓരോരുത്തർക്കും പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം കൂടെ ഉണ്ട്. ഇതാ ഒരു കൊച്ചുമിടുക്കി നല്ല പാട്ട് പാടുന്നു, പിന്നെയും ആൾക്കാർ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് ഇപ്പോഴത്തെ പരിപാടികൾക്ക്. അങ്ങനെ പലതരം പരിപാടികളോട് കൂടിയാണ് ഇപ്പോഴത്തെ കല്യാണ റിസപ്ഷനൊക്കെ നടക്കുന്നത് കേട്ടോ. കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന ഭക്ഷണം കഴിക്കാണ് കേട്ടോ. അങ്ങനെ കാല് നിറച്ചും ആൾക്കാരുണ്ട്, ഭക്ഷണം വിളമ്പുന്നവരുടെ തിരക്ക്. പിന്നെ ഇനി അടുത്ത വന്ന് ചിരിക്കാനായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേക്കുന്ന നോക്കി നിൽക്കുന്നവരുടെ തിരക്ക്. അങ്ങനെ ഭയങ്കര തിരക്കിലാണ് ഹാള് മുഴുവൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ സ്റ്റേജിലെ പരിപാടികളും അങ്ങനെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം. എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇപ്പോൾ. വളരെ ആഡംബരമായ രീതിയിലുള്ള ഭക്ഷണം ആയിരുന്നു. അങ്ങനെ ഞങ്ങളും സദ്യ കഴിച്ചു. വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ താറാവ് കറിയും പിന്നെ ചിക്കനും പോത്തും എല്ലാം കൂടി കൂട്ടി, പച്ചക്കറികളെല്ലാം കൂട്ടി ചോറും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ വയറ് നിറച്ചും കഴിച്ചു. അതിനുശേഷം കൈ കഴുകുന്നിടത്തും മഴ നനയാതെ പോകാനായിട്ട് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൈ കഴുകുന്ന അടുത്തേക്ക് പോകാനായിട്ട് കണ്ടോ പന്തലിട്ടിരിക്കുക. മഴ നനയാതെ പോയി ഒരു വിഷമവും ഇല്ലാതെ പോയി കൈ കഴുകുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വളരെ മനോഹരമായ ഒരു പാരിഷ് ഹാളാണ് കേട്ടോ ഞങ്ങളുടേത്. കൈ കഴുകിയിട്ട് വരുന്നവരുടെയും പോകുന്നവരുടെയും എല്ലാം ഭയങ്കര തിരക്കാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്നവരുടെ തിരക്ക്, ഇങ്ങോട്ട് വരുന്നവരുടെ തിരക്ക്, അങ്ങനെ തിരക്കോട് തിരക്കാണ്. പുറത്ത് മഴയാണല്ലോ, അതുകൊണ്ട് മഴ നനയാതെ പോവുകയും വേണം. അങ്ങനെ ഞങ്ങൾ കൈകൾ ഒക്കെ കഴുകി സന്തോഷകരമായിട്ട് എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് സംസാരിച്ച് സന്തോഷത്തോടുകൂടി കൈയും മുഖവും ഒക്കെ കഴുകി ഞങ്ങൾ അവിടുന്ന് യാത്ര ആയി. അപ്പോഴേക്കും പുറത്ത് മഴ തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെയൊക്കെ ചൂടി യാത്രയായി കേട്ടോ. അങ്ങനെ ഞങ്ങളും അവിടുന്ന് സദ്യയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണേ, നല്ല നല്ല അഭിപ്രായങ്ങളും പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.